പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ എഴുതിയുള്ള ഫ്ലക്സിലെ ഒരു 8 ലക്ഷം രൂപ ഒരു പൊതുകിണറിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ പൊറ്റോടിയിൽ മൊത്തം നമ്മളത് തെരഞ്ഞു നടന്നിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അവസാനം വന്നിരിക്കുന്നത് കൈമലശ്ശേരിയിലാണ്. നമ്മളെ മുമ്പ് UDF ഭരണകാലത്ത് ഉണ്ടാക്കിയ കിണറിന് ചുറ്റും ഒരു ചെറിയ മതിൽ കെട്ടിയിട്ടുണ്ട്. അതിനാണ് 8 ലക്ഷം രൂപ വരില്ല. ആ മതിലൊന്ന് കാണിച്ചു കൊടുത്തത് ഏതാ മതിലെന്നുള്ളത്. അതിന് 8 ലക്ഷം രൂപ വരില്ല. ഇതാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ നിർമ്മിച്ചതായിട്ട് തോന്നുന്നില്ല. വേറെ എവിടെയാണ് ഇതിന്റെ കിണർ കിടക്കുന്നതെന്നുള്ള നമുക്ക് ഒന്നുകൂടി അന്വേഷിക്കേണ്ടി വരും. അതിന് വേണ്ടി തന്നെയാണ് 8 ലക്ഷം രൂപ ചെലവാക്കിയെന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് 11 ലക്ഷവും പൈപ്പ് ലൈനിന് വേണ്ടിയിട്ട് ഒരു 11.5 ലക്ഷം, മൊത്തം 30.5 ലക്ഷം റുപ്യാണ് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഈ പദ്ധതി ശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ പൊറ്റോടിയത്തെ ആളുകൾക്ക് അത് എത്ര കണ്ട് ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ആളുകൾ ഇപ്പോഴും ദുരിതം പേറിയിട്ടാണ് ജീവിക്കുന്നത്. ഈ ഫണ്ട് ഏത് കാര്യത്തിനാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. 1 ലക്ഷം റുപ്യ ചെലവഴിച്ചിട്ട് തുപ്രങ്ങോട് പഞ്ചായത്ത് ബോർഡ് ഒരു കുടിവെള്ളത്തിന് വേണ്ടി പൈപ്പ് ലൈൻ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ പൈപ്പ് ലൈൻ ആണോ അത്? ആളുകൾ ഇപ്പോൾ ഈ പച്ച PVC പൈപ്പിലാണ് വെള്ളം വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 11 ലക്ഷം എവിടെ പോയി എന്നുള്ള ഒരു ഐഡിയ ഇല്ലല്ലോ.